NSS ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും തനിക്കുമെതിരെയുള്ള അറസ്റ്റ് വാറണ്ടിൽ വിശദീകരണവുമായി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. കമ്പനി നിയമലംഘനം ആരോപിച്ച് സ്വകാര്യ വ്യക്തി നൽകിയ ഹർജി ഹൈക്കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. 2013 കമ്പനി നിയമം NSSന് ബാധകമല്ല. 1961 കേരള നോൺ ട്രേഡിംഗ് നിയമം മാത്രമാണ് ബാധകമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ജോസി ബാബു കൂടുതൽ വിവരങ്ങൾ നൽകും. ജോസി, എന്താണ് ഈ അറസ്റ്റ് വാറുമായി ബന്ധപ്പെട്ട ഈ സുകുമാരൻ നായരുടെ വിശദീകരണം? അനീഷ, NSS നേതൃത്വം കമ്പനി നിയമങ്ങൾ പാലിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൈക്കം താലൂക്ക് യൂണിയൻ മുൻ അംഗവും ഭാരവാഹിയുമായിരുന്ന വിനോദ് കുമാർ നൽകിയ ഹർജിയിൽ കഴിഞ്ഞ ദിവസം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി NSS നേതാക്കൾക്കും അതോടൊപ്പം ജനറൽ സെക്രട്ടറിക്കും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് NSS നേതൃത്വം വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 2013 കമ്പനി നിയമം NSSന് ബാധകമല്ല. 1961 നോൺ ട്രേഡിംഗ് നിയമം മാത്രമാണ് NSSന് ബാധകമെന്നും ഇക്കാര്യം ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നുമാണ് NSS വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അറസ്റ്റ് വാറണ്ട് വന്ന കേസിൽ 2025 ജനുവരി 18 വരെ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിട്ടുള്ളതാണെന്നും വാറണ്ട് അടക്കമുള്ള പ്രചാരണങ്ങൾ വ്യാജമാണെന്നും ഇത് NSS നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്താനും ആണെന്നാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ നൽകിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്.